നമസ്കാരം. പാക് അധീന കാശ്മീർ ഇന്ത്യ എന്നും വേദനയോടെ ഓർക്കുന്ന ഒരു ഭൂപ്രദേശം. പാകിസ്ഥാൻ ചതിയിലൂടെ കൈവശപ്പെടുത്തിയിരിക്കുന്ന ആ ഭൂപ്രദേശം അത് ഇന്ത്യയോടൊപ്പം ചേരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പാക് അധീന കാശ്മീരിൽ പാകിസ്ഥാൻ സർക്കാരിനെതിരെ അതിരൂക്ഷമായ കലാപം നടക്കുന്നു. നൂറുകണക്കിന് ആളുകൾ തെരുവിലിറങ്ങി പാകിസ്ഥാൻ സർക്കാരിന് നേരെ വലിയ മുദ്രാവാക്യം വിളിക്കുകയാണ്. പാകിസ്ഥാൻ സൈന്യവും ISI ഏജന്റുമാരും അവർക്കൊപ്പമുള്ള മുസ്ലിം ഭീകരവാദികളും ചേർന്ന് ഈ പ്രക്ഷോഭകാരികളെ നേരിടുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. പാകിസ്ഥാൻ സൈന്യത്തിനോടൊപ്പം ചേർന്ന മുസ്ലിം ഭീകരവാദികളും ISI ഏജന്റുമാരും ചേർന്ന് ഈ പ്രക്ഷോഭകാരികൾക്ക് നേരെ വെടിയുതിർത്തു. നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പാക് അധീന കാശ്മീരിൽ നിന്ന് പുറത്തു വരുന്നത്. ഇതിനെല്ലാം പിന്നിൽ ഇന്ത്യയുടെ റോയാണെന്നുള്ള സ്ഥിരം പല്ലവി പാകിസ്ഥാൻ ഇതിനിടെ ഉയർത്തിക്കഴിഞ്ഞു. പ്രക്ഷോഭകാരികളുമായി ചർച്ച ചെയ്യുന്നതിനോ പ്രക്ഷോഭത്തെ ജനാധിപത്യപരമായ രീതിയിൽ നേരിടുന്നതിനോ പാകിസ്ഥാൻ ഭരണകൂടം തയ്യാറല്ല. മറിച്ച് പാകിസ്ഥാനിലെ ഭീകര സംഘടനകളും ISI ഏജന്റുമാരും എല്ലാം ചേർന്ന് ഈ പ്രക്ഷോഭത്തെ കായികമായും ആയുധം കൊണ്ടും നേരിടാനുള്ള നീക്കമാണ്. പാകിസ്ഥാന്റെ സൈനികരിൽ 2 പേരെ കഴിഞ്ഞ ദിവസം പ്രക്ഷോഭകാരികൾ തടങ്കലിലാക്കി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് മാളത്തിൽ നിന്ന് പുറത്തു വരണമെന്നും പ്രക്ഷോഭകാരികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നുമാണ് അവാമി ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമാകുന്നു. ഭീകരവാദം ഉൽപ്പാദിപ്പിച്ച് ഭീകരവാദം കയറ്റിയച്ച് ഭീകരവാദം വളർത്തി ജീവിച്ച പാകിസ്ഥാൻ എന്ന രാജ്യം സമ്പൂർണമായി ഇല്ലാതാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇന്ത്യക്ക് നേരെ തീവ്രവാദം നടത്തുന്നതിനും ഇന്ത്യയെ ആക്രമിക്കുന്നതിനും ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടുപിടിക്കാൻ പാകിസ്ഥാൻ ശ്രമം തുടങ്ങിയിട്ട് കാലം കുറയായി. ഏറ്റവും ഒടുവിലായി സൗദി അറേബ്യയുമായി ആണവ ആയുധ കരാർ ഒപ്പിട്ടു പാകിസ്ഥാൻ. അതിന്റെ ലക്ഷ്യവും മറ്റൊന്നായിരുന്നില്ല, ഇന്ത്യ ഏതെങ്കിലും ഘട്ടത്തിൽ പാകിസ്ഥാൻ ആക്രമിക്കുകയാണെങ്കിൽ പാകിസ്ഥാനൊപ്പം സൗദി അറേബ്യ നിൽക്കും, മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ നിൽക്കും എന്നുള്ള ഒരു ഉറപ്പിന് വേണ്ടിയായിരുന്നു. ഈ സൗദി അറേബ്യയുമായി ആയുധ കരാർ ഒപ്പിട്ടതിന് പിന്നാലെ ഇന്ത്യ കരുതിയിരുന്നുള്ളൂ ഏത് നിമിഷം വേണമെങ്കിലും ഇന്ത്യയിലേക്ക് ഞങ്ങൾ ആക്രമണം നടത്തുമെന്ന് വീമ്പിളക്കി. അതുമാത്രവുമല്ല, ഐക്യരാഷ്ട്രസഭയുടെ അസംബ്ലിയിൽ ഇന്ത്യയുടെ 7 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടൊന്നും ഇന്ത്യ സിന്ദൂർ ആക്രമണം അവസാനിപ്പിച്ചത് ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യപ്രകാരമാണെന്നുമായിരുന്നു ഷഹബാസ് ഷെരീഫിന്റെ വീമ്പടിയും പെരും നുണപറച്ചിലും. ഇതൊക്കെ ഇന്ത്യ കൃത്യമായി മറുപടി നൽകി ഒതുക്കി. പക്ഷേ ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാൻ വലിയ വായിൽ വീമ്പടിക്കുന്നത് പോലെ ഇന്ത്യ എന്തെങ്കിലും തരത്തിൽ വിളിച്ചു പറയുന്നതിനോ അല്ലെങ്കിൽ അതിന് മറുപടി പറയുന്നതിനോ തയ്യാറായിരുന്നില്ല. കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടായിരുന്നു. പാകിസ്ഥാനുള്ളിൽ തന്നെ ആഭ്യന്തരപരമായി വലിയ കലാപങ്ങൾക്കുള്ള ഒരുക്കമാണ് അപ്പോൾ കണ്ടത്. ഇപ്പോൾ പാക് അധീന കാശ്മീരിൽ വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ വലിയ പ്രക്ഷോഭമാണ് POKയിൽ നടക്കുന്നത്. ഇന്ത്യക്കൊപ്പം ചേരണമെന്ന് അവിടുത്തെ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ആഗ്രഹിക്കുന്നുണ്ട്. അതേസമയം ആ പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ISIയും ഒക്കെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ പാകിസ്ഥാൻ സ്വന്തം ജനതയ്ക്ക് നേരെ ബോംബ് വർഷിക്കുന്നു, വെടിയുതിർക്കുന്നു, തീവ്രവാദികളെ കൊണ്ട് സ്വന്തം ജനതയെ കൊന്നു തള്ളുകയാണ് പാകിസ്ഥാൻ. ഇത്രത്തോളം ക്രൂരമായ ഒരു രാജ്യം ലോകത്ത് വേറെ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാം. ഒരു ഭാഗത്ത് POKയിലെ അക്രമങ്ങൾ, മറുഭാഗത്ത് ബലൂജ് ലിബറേഷൻ ആർമി ബലൂജ് മേഖലയിൽ പാക് സൈന്യത്തിന് നേരെ ആക്രമണം നടത്തുന്നു. താലിബാൻ ഒരു ഭാഗത്ത് നിന്ന് പാക് സൈന്യത്തെ തുരത്തി ഓടിക്കുന്നു. അങ്ങനെ എല്ലാ ഇടങ്ങളിലും വലിയ കലാപങ്ങളാണ്. സാമ്പത്തികമായി തകർന്ന രാജ്യം, മറ്റ് രീതികളിൽ കലാപം കൊണ്ട് തകർന്ന രാജ്യം ഇപ്പോൾ പാകിസ്ഥാൻ ആകെ തരിപ്പണമാകാൻ പോകുന്നു. ഇന്ത്യയുടെ എല്ലാ കാലത്തെയും സ്വപ്നം പാക് അധീന കാശ്മീർ അത് ഇന്ത്യയോടൊപ്പം ചേരുന്ന കാലം വിദൂരമല്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.